ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതൊരു റാൻഡം സൺഡേ വ്ളോഗാണ്. ഭയങ്കര മഴയായിപ്പോൾ ബാംഗ്ലൂർ. ലൈക്ക് എല്ലാ ദിവസവും ഭയങ്കര ഇങ്ങനെ മഴയുള്ള കാലാവസ്ഥയാണ്. സോ ഇറ്റ്സ് നല്ല മൂടിയാണ്. അത് ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു വെതറാണ്. അതായത് നമ്മളിപ്പോൾ ഭയങ്കര മൂടിയായിട്ട് വിഷമമായിട്ടിരിക്കുവാണെങ്കിൽ ഈ വെതർ നമ്മളെ കുറച്ചുകൂടി വിഷമം കുറച്ചുകൂടി വേഴ്സ് ആക്കും. ഇഫ് യു ആർ ഇൻ എ വെരി ഗുഡ് ഹാപ്പി മൂഡ് ദെൻ ഐ തിങ്ക് ഇത് ഭയങ്കരമായിട്ട് ഈ വെതർ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. സോ ഫോർ മീ ചില ദിവസങ്ങളിൽ എനിക്ക് വെതർ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജി വരും. ബട്ട് ചില ദിവസം ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ ഡള്ളാക്കും. അപ്പം ഈ സൺഡേ ആണെങ്കിൽ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് പോലെയായിരുന്നു. നമ്മളുടെ അടുത്ത് തന്നെ ഒരു ക്യാഫേ ഉണ്ട്, ഗോപാൽജി എന്നും പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ ക്യാഫേ. അപ്പോൾ അവിടെ നല്ല ചോലെ ഭട്ടൂര, അവിടെ എല്ലാ സാധനങ്ങളും നല്ല ചോലെ ഭട്ടൂര, ലസ്സി, കുറേ സാധനങ്ങളുണ്ട്. നല്ല രസമുള്ളൊരു കോസി ക്യാഫേ. അപ്പം അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചു. കോക്കോന് പിന്നെ എന്ത് ഞങ്ങൾ കൊണ്ടുവന്നാലും അതിൽ എന്തെങ്കിലും നോൺ വെജ് ഐറ്റം ഉണ്ടോ എന്ന് വിചാരിച്ച് അവൻ അടുത്ത് വന്ന് എന്തായാലും നിൽക്കും. അപ്പോൾ ചില ഈ വെജ് സാധനങ്ങൾക്ക് മസാല നോൺ വെജിൽ ഇടുന്ന സെയിം ആ ഗരം മസാലയുടെയൊക്കെ സ്മെല്ല് വരുമ്പോൾ അവൻ്റെ വിചാരം അത് ചിക്കനാണെന്നാണ്. പിന്നെ ഞങ്ങൾ ദഹിപ്പൂരി പറഞ്ഞു. ദഹിപ്പൂരി എൻ്റെ ഫേവറേറ്റാണ്. തമ്മുനും ഭയങ്കര ഇഷ്ടമാണ് ദഹിപ്പൂരി. അവൾ ആ പൂരി എടുത്ത് മറ്റേ ആ സ്വീറ്റായിട്ടുള്ള ആ കേർഡിൽ മുക്കിയിട്ട് അവൾ കഴിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ദിവസം രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ഏകദേശം ഒരു ബ്രഞ്ച് പോലെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എനിക്ക് ഉച്ചയ്ക്കും കണ്ട് ബിരിയാണി വൈകുന്നേരം ആയപ്പോഴാണ് കഴിച്ചത്. 3-4 മണിയായി. അപ്പം അതുവരെ വിശന്നില്ല. ആ ഭട്ടൂരയാണെങ്കിൽ മുഴുവൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ആദ്യം കുറേ പൊട്ടാറ്റോസ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ അതിൽ നാച്ചുറലി നമ്മൾ ഇടുന്ന സെയിം ഉള്ള പൊടികളെല്ലാം ഇട്ടു. അതായത് സോൾട്ട്, പിന്നെ മറ്റേ ഹേർബ്സിൻ്റെ എല്ലാത്തിൻ്റെയും പൊടി, ഒണിയൻ പൗഡർ, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എനിക്കൊണ്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചു. എന്നിട്ട് അതെടുത്തിട്ട് എയർ ഫ്രൈ ചെയ്തു. അങ്ങനെയാണ് അതുണ്ടാക്കിയത്. അത് ഓക്കെ, ആർക്കും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചു. ഇത് മുഴുവനും ഭാഗ്യത്തിന് ഞാൻ എയർ ഫ്രൈ ചെയ്തില്ലായിരുന്നു, കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രൈ ചെയ്തു നല്ലതാണ്, പക്ഷേ ആ എണ്ണയിൽ വറക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫ്രൈസ് കഴിക്കുന്ന പോലെ തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ സബ്വേയിലും ചില ക്യാഫേസിലൊക്കെ പോകുമ്പം ആ ഒരു ഫ്രൈസ് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി എയർ ഫ്രൈ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി എനിക്കൊണ്ട് ഞാൻ സബ്വേയിൽ നിന്ന് വാങ്ങിച്ചപ്പം എയർ ഫ്രൈ ചെയ്ത ചിപ്സാണ് കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ ഇരിക്കുക. അതായത് ചിപ്സ് കഴിക്കാമെന്നൊരു തോന്നൽ വരില്ല. ക്രിസ്പിയാണ്, പക്ഷേ ഒരു അൺഹെൽത്തിനെസ് ആഡ് ചെയ്യുന്നൊരു ടേസ്റ്റ് അതിന് വന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും ചിപ്സ് എയർ ഫ്രൈ ചെയ്യില്ല തീരുമാനിച്ചു. ബട്ട് ചിക്കൻ ബാക്കി സാധനങ്ങളൊക്കെ എയർ ഫ്രൈ ചെയ്യുന്ന അടിപൊളിയായി, ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങ് വ്യത്യാസമൊന്നും തോന്നിയില്ല. പക്ഷേ ചിപ്സൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളതരം അങ്ങനെ ഒരു ക്രേവിങ് വന്ന് കഴിക്കുമ്പം ആദ്യമായിട്ട് ഇതായിപ്പോയില്ല. പക്ഷേ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ എയർ ഫ്രൈ ചെയ്ത് നോക്കി, അത് അടിപൊളിയായിരുന്നു. ഈ പൊട്ടാറ്റോ അതിനെനിക്കൊരു ആ സ്വീറ്റ്നെസ് ഉള്ളത് കൊണ്ടായിരിക്കാം അത് നല്ലതായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള മസാലകൾ ആഡ് ചെയ്താൽ ചിലപ്പോൾ ടേസ്റ്റ് കൂടും. പിന്നെ തമ്മുനപ്പോൾ ദോശ വേണമെന്ന് പറഞ്ഞു. ഇത് ബേസിക്കലി ഞാൻ അന്നുണ്ടാക്കിയ ഫുഡിൻ്റെ ഒരു കളി പോലെ ഒരു വീഡിയോ പോലെ ആവും. ബട്ട് സ്റ്റിൽ സാരമില്ല, അന്ന് ഞാൻ ചെയ്ത് ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി. മഴ പെയ്യുമ്പം ദോശയും നെയ്യും അതിൻ്റെ മണവും എല്ലാം കൂടി ഭയങ്കര ഒരു രസമുള്ളൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ അത് കഴിച്ചില്ല, അവൾക്കാണത് കൊടുത്തത്. പക്ഷേ അവൾക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി ആ മണം. അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി കോഫി ഇല്ലാതെ നമുക്കൊരു കളിയില്ല. അങ്ങനെ ഐഡിയുടെ ഈ സാഷേസ് വരുമല്ലോ, അത് വെച്ച് ഞാൻ കോഫി ഉണ്ടാക്കി. അന്ന് പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇറ്റ്സ് നോട്ട് സ്ട്രോങ് ഇനഫ്. ഐഡിയുടെ സാഷേസിൽ ഇത് നമുക്ക് പോരാതെ വരും. ഒരെണ്ണം ഒരു കപ്പിലെന്നൊക്കെ പറയും, പക്ഷേ ഒരു കപ്പിനൊന്നും മതിയാവുകയില്ല. എനിക്കൊരു 5 എണ്ണം ഒരു കപ്പിൽ ഒഴിച്ചാലേ സ്ട്രോങ് ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ഞാൻ പുഡിങ്, മാംഗോ കുറേ ഇരിപ്പുണ്ട്, മാംഗോ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര എളുപ്പമാണ്. മാംഗോ പൾപ്പ് ചെയ്യുക, സാർ ക്രീം വാങ്ങിക്കുക, എന്തെങ്കിലും ക്രീം ചീസ് വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടിയിലത്തെ ലെയറിൽ ബിസ്ക്കറ്റ് ഇടുക. എന്നിട്ട് അതിനിങ്ങനെ ലെയർ ചെയ്യുക. അടിയിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടതും
മുകളിൽ ഈ മാംഗോവും ക്രീം ചീസും കൂടി മിക്സ് ചെയ്തത് നമ്മളിടുക. എന്നിട്ട് അതോടെ തീർന്നു. ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക ഒരു 6 hours. അത് കഴിയുമ്പോഴത്തേക്ക് അത് അടിപൊളിയായിട്ട് വരും. അത് യമ്മിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും കോഫി ഉണ്ടാക്കി കുടിച്ചു. വെതറെല്ലാം എൻജോയ് ചെയ്തു. ക്ലൈമറ്റ് എൻജോയ് ചെയ്തു. എല്ലാം ദിവസവും ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് മൺസൂൺ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീസൺ. So thank you for watching. Hope you enjoyed the vlog. If you haven't subscribed, please subscribe, like and share. See you next vlog. Bye.